ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ അമ്മച്ചി വിളിച്ച് പറഞ്ഞു അവിടെ അച്ചപ്പം ഉണ്ടാക്കുന്നുണ്ട്, വന്നാൽ പഠിപ്പിക്കാമെന്ന്. എന്നാൽ പിന്നെ പോയി പഠിക്കാമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോയി. അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതിലേക്ക് അമ്മച്ചി ചേർത്തത് 1 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, 1 കപ്പ് തേങ്ങയുടെ 1/4 പാൽ, 1/4 കപ്പ് 2/2 പാൽ എന്നിവ ചേർത്ത് മിക്സിയിൽ നന്നായി അടിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കുക. അപ്പത്തിനും ഇടിയപ്പത്തിനും യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണിത്. ഇതും കൂടി ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. അവസാനമായി കറുത്ത എള്ളും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവാണിത്. ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചതിന് ശേഷം അച്ചപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ദോശമാവിനേക്കാൾ കുറച്ചുകൂടി ലൂസായിരിക്കണം. മുട്ട ചേർത്തുകൊണ്ട് അധികം നേരം ഇത് വയ്ക്കരുത്. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയാലോ? അച്ചപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അച്ചപ്പം ഉണ്ടാക്കാനുള്ള അച്ച് ഈ എണ്ണയിലിട്ട് ചൂടാക്കുക. എണ്ണയും അച്ചും നന്നായി ചൂടായിട്ടുണ്ട്. അച്ചപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അച്ചപ്പം ചൂടാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചൂടായിരിക്കുന്ന അച്ച് എണ്ണയിൽ നിന്ന് എടുത്ത് മാവിൽ മുക്കുക. മുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ച് പൂർണ്ണമായി മാവിൽ മുക്കരുത്. ഒരു 1/4 ഭാഗമേ മാവിൽ മുക്കാവൂ. മാവിൽ മുക്കി അച്ച് എണ്ണയിൽ മുക്കുക. ഏകദേശം ഒരു 5 സെക്കൻഡ് അങ്ങനെ പിടിക്കുക. അച്ച് ചെറുതായി ഒന്ന് അനക്കി കൊടുക്കുമ്പോൾ അച്ചപ്പം എണ്ണയിലേക്ക് വീഴും. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ എടുക്കുക. അങ്ങനെ അച്ചപ്പം ഉണ്ടാക്കാൻ ഞാനും പഠിച്ചു. ഇത് ചൂടാറുമ്പോൾ നല്ലൊരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം.